പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ദ്വീപികാരുടെ നാഥ, അങ്ങയുടെ സന്നിധിയിലായി ഞങ്ങളെ കൃപയോടെ നോക്കുകയും അങ്ങയുടെ കൃപയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് 25 നോമ്പ് ആരംഭിക്കുകയാണല്ലോ. തമ്പുരാൻ്റെ തിരുവവതാരത്തെക്കുറിച്ച്, തിരുപ്പിറവിയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്ന സമയങ്ങളാണല്ലോ ഇനിയുള്ള ദിവസങ്ങൾ. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഈശോയുടെ ജനനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സമയം കണ്ടെത്താം. വലിയ കൃപ നിറഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇത് വികാരത്തിൻ്റെ മുമ്പിൽ സ്നേഹപൂർവ്വം നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുമ്പോഴും കാര്യത്തൊഴുത്തിൽ നിന്നും ഈ ദിവ്യകാരുണ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് ഈശോയോ നമ്മെയും ക്ഷണിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവോടുകൂടി നമ്മുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ശുദ്ധരുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്തുതി, കർത്താവ് നിന്നോട് കൂടെ. കൃപയുടെ ഉറവിടമായ ഈശോയെ, അങ്ങയുടെ അമ്മയായ മറിയത്തിന് നൽകിയ അതേ അഭിവാദ്യം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അഭിസംബോധന ചെയ്യുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. 25 നോമ്പിൻ്റെ ഈ പുണ്യനാളുകളിൽ അങ്ങയുടെ ജനനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപയാൽ നിറഞ്ഞ് കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് ഈ ആരാധനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവൾ, കർത്താവിനെ വഹിക്കാൻ മറിയം കൃപയാ നിറഞ്ഞതുപോലെ ക്രിസ്തുമസിന് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഈ 25 നോമ്പ് നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് ദൈവകൃപ വീണ്ടും സ്വീകരിക്കാനുള്ള സമയമാണ്. നോമ്പും പ്രാർത്ഥനയും വഴി നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് പിറക്കാൻ പറ്റിയ കൃപ നിറഞ്ഞ ഒരിടമായി മാറണം. അതിനുവേണ്ടി സ്നേഹപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ ഒരിടമായി മാറാനായി. കർത്താവ് നിന്നോടു കൂടെ, അത് സാമീപ്യത്തിൻ്റെ ആശ്വാസമാണ്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇന്ന് ഈ ദിവ്യ ഈശോ നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും ഈശോ നമ്മുടെ കൂടെയുണ്ട്. ലോകം മുഴുവൻ കാത്തിരുന്നവൻ മറിയത്തോടുകൂടെ എന്ന ഉറപ്പാണ് മംഗളവാർത്ത നൽകുന്നത്. ദിവ്യകാരുണ്യത്തിൽ ഈശോ നമ്മോടൊപ്പമുണ്ട്. ഈ നോമ്പുകാലത്ത്, 25 നോമ്പുകാലത്ത് നമ്മുടെ സങ്കടങ്ങളിലും ഭയങ്ങളിലും സന്തോഷങ്ങളിലും ഒറ്റപ്പെടലുകളിലും മാറ്റി നിർത്തപ്പെടലിലും കൂടെ എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ വലിയൊരു സത്യത്തിൽ നമ്മൾ ആഴപ്പെടണം. ഇത് വികാരത്തിന് മുമ്പിലായിരിക്കുമ്പോഴും ഈശോ നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞവളാണ് പരിശുദ്ധ കന്യക മറിയം. ആ കർത്താവ് കൂടെയുള്ളവളെ മാലാഖ വിളിക്കുന്നതാണ് സ്വസ്തി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് പറയുക. അതായത് അവളിലുള്ളൊരു സമാധാനത്തെയും സന്തോഷത്തെയുമാണ് മാലാഖ അഭിവാദനം ചെയ്യുക. ഈ ലോകത്തിൽ ഈശോയുടെ ജനനം ലോകത്തിന് സമാധാനം നൽകിയെന്നുള്ളത്. അങ്ങനെ ക്രിസ്മസ് ഒരുക്കത്തിൽ നാം സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. സമാധാനം നഷ്ടപ്പെടുന്നവ എന്തൊക്കെയാണോ അതെല്ലാം ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കണം. എന്ത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, നമ്മുടെ അയൽക്കാരുമായി രമ്യതയിലായി സ്വസ്തിയുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കണം. അതായത് സമാധാനവും സന്തോഷവും മറ്റുള്ളവരിലേക്ക് പകരുവാനായി സാധിക്കണം. അതുകൊണ്ട് സമാധാനം കൊടുത്തുന്ന, സന്തോഷം കൊടുത്തുന്ന കാര്യങ്ങൾ
എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ ഉള്ളത് അതിനെയെല്ലാം മാറ്റുവാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ കുറവുള്ള മേഖലകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവാം. അങ്ങനെയാണ് നമ്മൾ പുൽക്കൂടിയിരിക്കുക. ഹൃദയത്തിൽ കുറവുള്ള മേഖലകൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ കർത്താവിനെ സ്വീകരിക്കാൻ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കുക. രക്ഷകനപരവനായിട്ടുള്ളൊരു പ്രത്യാശയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മളെല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ദൈവകൃപയിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ ജനനത്തിനായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നിറയുന്നതിനും, നമ്മുടെ ജോലി സ്ഥലങ്ങൾ, നമ്മായിരിക്കുന്ന സ്ഥലങ്ങൾ, അവിടെയെല്ലാം കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും നിറയുന്നതിനും, ക്രിസ്തുവിനെ വീണ്ടും സ്വീകരിക്കുവാൻ ഒരു പുതു പുൽക്കൂട് നമ്മുടെ കുടുംബങ്ങളിൽ സൃഷ്ടിക്കപ്പെടുവാൻ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് സൃഷ്ടിക്കപ്പെടുവാൻ കുടുംബാംഗങ്ങൾക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മറുപടിയായിട്ട് ഈശോയെ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം മുഴുവനും ഈ പുൽക്കൂടിലേക്കുള്ള യാത്രയിൽ ആയിരിക്കുമ്പോൾ, ഈ ദീപികാരുടെ ആരാധനയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മുതൽ ഈശോയെ ഞങ്ങളുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇടപെടാതെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ വരവിനായി നോമ്പെടുത്ത് കാത്തിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും, ഇന്ന് നോമ്പ് ആരംഭിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. അവർക്ക് പ്രത്യേക നിയോഗമുണ്ടാവാം. പക്ഷെ ആ നിയോഗത്തിൻ്റെ അപ്പുറം ഒരുപക്ഷെ ഭൗതികമായ ചില കാര്യങ്ങളുടെ നിയോഗമായിരിക്കാം ഈ 25 നോമ്പിലൂടെ വയ്ക്കുക. അവരുടെ ആ നിയോഗങ്ങളെ അവർ വെക്കുന്നെങ്കിൽ പോലും ഈശോയെ അവരുടെ ആ നിയോഗത്തിന് അപ്പുറമുള്ള കൃപകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈശോയെ നിന്നെ തിരിച്ചറിയുവാൻ, നിൻ്റെ സ്നേഹവും നിൻ്റെ കരുതലും നീ നൽകുന്ന രക്ഷാദായകമായ സാമീപ്യവും സാന്നിധ്യവും തിരിച്ചറിയുവാനും അവരെ സഹായിക്കണമേ. അങ്ങനെയുള്ള ഒരു കൃപ കൂടി മറ്റ് നിയോഗങ്ങളോട് കൂടി ചേർത്ത് അവർക്ക് നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എമ്പാടുമുള്ള ദരിദ്രരെ, രോഗികൾ, ഏകാന്തം അനുഭവിക്കുന്നവരെന്നിവർക്ക് സത്യത്തിൽ ക്രിസ്മസിൻ്റെ ആനന്ദവും ദൈവസാന്നിധ്യത്തിൻ്റെ ആശ്വാസവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ക്രിസ്മസിൻ്റെ ആ ദിനങ്ങളിലായിട്ട് ഒരു ചെറിയ കരുതൽ ഇന്ന് 1-ാം തീയതി മുതൽ നമ്മൾ കരുതി വയ്ക്കണം. മറ്റൊന്നിനുമല്ല, ആ ദിനത്തോടനുബന്ധിച്ചോ ആ ദിനത്തിലോ ഒക്കെ ദരിദ്രരായിട്ടുള്ളവർ, രോഗികളായിട്ടുള്ളവർ, ഏകാന്തത അനുഭവിക്കുന്നവർ എന്നിവരെ സന്ദർശിക്കുവാനോ അവരടുത്തേക്കൊന്ന് ഓടിയെത്തുവാനോ അവർക്ക് ഒരു ക്രിസ്മസിൻ്റെ ആനന്ദം പങ്കുവയ്ക്കാനോ വലിയ പണം മുടക്കി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, മറിച്ച് പരിശുദ്ധ അമ്മയോട് കൃപ നിറഞ്ഞവളെ സുസ്ഥി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവരെ കൃപയാൽ നിറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കാം. ഇതൊക്കെ ദീപികാരുടെ നാഥൻ നമുക്ക് നൽകുന്ന വലിയ സ്നേഹത്തിൻ്റെ ആഹ്വാനങ്ങളാണ്. കാരണം അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് ദരിദ്രരെയും രോഗികളെയും പാപികളെയും ഏകാന്തതയിലായിരിക്കുന്നവരൊക്കെ കൂടെയായിരിക്കാൻ വേണ്ടിയിട്ടാണ്, വിമോചകനായിട്ടാണ് വന്നത്. അന്ന് എല്ലാവർക്കും ഉള്ളവരുടെ കൂടെയല്ല ഈശോ നടന്നത്. ഈശോയുടെ ജനനം തന്നെ അങ്ങനെയായിരുന്നല്ലോ, കാര്യത്തുരുത്തിലാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു കരുതൽ ഇന്ന് മുതലേ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു ക്രിസ്മസ് ഒരുക്കുന്ന നിയോഗങ്ങളും കൂടി ഇന്ന് മുതൽ നമുക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്, ക്രിസ്മസിൻ്റെ ഒരുക്കുന്ന നിയോഗങ്ങളുമുണ്ട്. ഈശോയെ ഞങ്ങളുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. കൃപ നിറഞ്ഞ കർത്താവേ, കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുന്ന കർത്താവേ, കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന സത്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളെ ഓരോ നിമിഷവും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഓരോ നിമിഷവും കരുതണമേ. ഞങ്ങളെ ഓരോ നിമിഷവും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കണമേ. ഈശോയെ നിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞവരായി കർത്താവിൻ്റെ വരുവിനായുള്ള സന്തോഷകരമായ കാത്തിരിപ്പോടെ സമാധാനത്തോടെ ഈ ദിവസം നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ ജനനത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ജനിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുക്കത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.